കൈയൊക്കെ വിറയ്ക്കുന്നുണ്ടോ? തണുത്ത് വരയ്ക്കുന്നത് എന്തിനാണ്? കുറെ നാളായി. എന്നാ ചെയ്യാൻ പോകുന്നേ? കുറച്ച് സ്റ്റാർസിന്റെ വോയിസ് ഇമിറ്റേഷൻ ആണ്. മിമിക്രി ആണോ ശരിക്കും? കലയായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണോ അതോ ജോലിയും കലയും കൂടെ കൊണ്ടുനടക്കും? റിസപ്ഷൻ കോഴ്സ് ഒക്കെ പഠിച്ച റിസപ്ഷനിസ്റ്റ് ആണ്. ഓക്കെ. എവിടെയാ സ്ഥലം? എവിടെയാ? കൂത്താട്ടോളം? സ്ഥലം കൂത്താട്ടോളത്താണ്. വർക്ക് ചെയ്തൊക്കെ KTDC-ലായിരുന്നു. ഓ നൈസ്. കേരള ടൂറിസത്തിന് അറിയാം, മനസ്സിലായി. സൂപ്പർ. തിരിച്ച് കൊള്ളാം. കാണാം അല്ലേ പെർഫോമൻസ്? ഓക്കെ. ആരാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്? കണ്ടുകൊണ്ടേൻ മൂവിയിലെ മമ്മൂക്കയുടെ വോയിസ്. തമിഴ് പറയുന്നുണ്ട്, തമിഴ് സ്ലാങ്. ഓക്കെ. തമിഴ് ഡയലോഗാണ്. മമ്മൂക്കയുടെ തമിഴ് ഡയലോഗ്. ഓക്കെ, കേട്ടോ നോക്കാം. வினோதுக்கு என்ன குறைச்சில அழகு இல்லையா, அறிவில்லையா, 2 கால் இருக்கு இல்லையா, பின்ன இவனோட பொருத்தமானவனுக்கு ஏன் வருவா? வாழ்க்கையில சில கேள்விகளுக்கு சீக்கிரமா பதில் கிடைக்கிறது இல்லை. நான் இதுக்கு ராணுவத்தில் சேர்ந்தேன், குடிச்சேன், கார் நடந்தேன், மனசுக்கு பிடிச்ச ஒரு தின்னோட கல்யாணம் பண்ணி துடிச்சேன். எல்லாமே இந்த பச்சைக்கண் தேவதை கொடுக்குறேன். நல்லா பார்த்துக்கிறியான்னு கேட்குறேன். நல்லா பார்ப்பேன். தேங்க்யூ. സൂപ്പർ വണ്ടർഫുൾ. ഓക്കെ, നെക്സ്റ്റ്. നാട്ടുരാജാവ് എന്ന സിനിമയിലെ മോഹൻലാലിന്റെ ശബ്ദം, ലാലേട്ടന്റെ സൗണ്ട്. ഓക്കെ, കേട്ടോക്കാം. സർവേശ്വരന്മാരെ, സകല പാപങ്ങളും പൊറുക്കണമേ. പുലിക്കാട്ടിൽ ചാളി നടത്തം പഠിച്ച ഈ മുറ്റത്ത് തന്നെ നീ കാർക്കിച്ചത് പൊല്ലടാ, ഉമിനീരല്ല. ചൊവ്വാന്ന് ചോന്ന ചോര തുപ്പുന്നീ. എടാ പത്രോസിന്റെ മോനെ, എൻ്റെ അപ്പൻ പുലിക്കാട്ടിൽ മാത്തച്ഛന് നിന്റെ അപ്പൻ പാതിരി വീട്ടി പത്രോസ് പെണ്ണ് കൂട്ടിക്കൊടുത്ത വകയിൽ കമ്മീഷൻ പറ്റിയതാ ഈ കാണുന്ന 50 ഏക്കർ മറ്റേ ഇടം. ഈ കൂട്ടിക്കൊടുപ്പിന് പ്രത്യേകിച്ച് വകുപ്പൊന്നുമില്ല നാട്ടിലും കോടതിയിലും. അതുകൊണ്ട് നീ വിട്ടോ. അതല്ല, കിട്ടിയ ഉത്തരവും താങ്ങി പിടിച്ച് ഇവിടെ കിടന്ന് വെട്ടിക്കെട്ട് പൊട്ടിക്കാനാണ് നിന്റെ പരിപാടിയെങ്കിൽ ആചാര വെടിമുഴക്കി സകലം തിന്നെ മന്ത്യകർമ്മം ആഡംബര പൂഴം കൊണ്ടാടും ചാർലി. ഇവരെൻ്റെ തൊഴിലാളികളല്ല, സുഹൃത്തുക്കളാണ്. ഇവർക്ക് ഞാൻ ആരാണെന്ന് നേരത്തെ നീ തന്നെ പറഞ്ഞു. നാട്ടുരാജാവ് ജോണിക്കുട്ടി, നിനക്കൊന്നും അറിയില്ല, കാരണം നീ കുട്ടിയാ. താങ്ക് യു. സൂപ്പർ, അടിപൊളി. അപ്പം ലാലേട്ടെ കേട്ടു, മമ്മൂക്കനെ കേട്ടു. ഇനി ആരാണ് തകർപ്പനായിട്ട് പെർഫോം ചെയ്യാൻ എത്തുന്നത്? കുറുപ്പ് ഫിലിമിലെ ദുൽഖറിന്റെ ശബ്ദം. ഓക്കെ. വല്ല മോരമായി കൊടുത്ത് വീട്ടിൽ പറഞ്ഞു കഴിവറ മോനെ, ഇനി ഇവിടെ കിടന്ന് ചെലച്ച അങ്ങ് പേഷ്യത്തോട്ട് വെച്ച കണക്കിറങ്ങി ഇരിക്കും. അതെ, ഇനി എന്നെ ആരും കണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. അത് കാക്കയാണെങ്കിലും ശരി, ഖദറാണെങ്കിലും ശരി. താങ്ക് യു. കിങ് ഖാൻ ഷാറുഖ് ഖാന്റെ ശബ്ദമാണ്. അദ്ദേഹം ഹീമാനായിട്ട് വരുവാണെങ്കിൽ ഒരു ലൈവ് സ്റ്റേജിൽ വന്നിട്ട് പറയുകയാണ്. ഓക്കെ, ഹീമാൻ എന്ന റോളിൽ പുള്ളിക്കാരൻ വരുവാണെങ്കിൽ. ഓക്കെ, ശരി. ആ ഡയലോഗ് ഡെലിവറി. Hi everybody, this is Shah Rukh Khan bol rahi hai. Thank you so much for this wonderful opportunity to be a part of this program. Hi, I'm Adam, Prince of Adenia. The fabulous secret powers were revealed to me the day I headed up from my magic sword and say, by the power of Grayskull, I have the power. The Cringer will be the mighty battle cannon and become He-Man, the most powerful man in this universe. ഇനി ആരാണ് പവർഫുൾ ആയിട്ട് അടുത്ത നമുക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ട്? സൂര്യ സാറിന്റെ ശബ്ദമാണ്. വിക്രം മൂവിയിലെ റോളക്സ് എന്ന കഥാപാത്രം. അദ്ദേഹം ലൈവായിട്ട് സംസാരിക്കുകയാണ്. ലൈവായിട്ട് റോളക്സ് ഇവിടെ വരുവാണ്. ഓക്കേ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. പൊളിക്കാം. எல்லாருக்கும் வணக்கம். ரொம்ப சந்தோஷமா இருக்குது மேடையில வந்து பேசுறதுக்கு வாய்ப்பு கிடைச்சது. ரொம்ப கொடுத்து வச்சிருக்கோம். பக்கச்சேட்டா, எப்படி இருக்கீங்க? சோகமா இருக்கியா? சோ நேத்து ஒரு அவார்ட் அடிக்க போனதுக்கு அப்புறம் ஒரு சின்ன பையன் என்கிட்ட வந்து கேட்டேன், ஆனா ரோலக்ஸ் மாதிரி பேசுங்களா அப்படின்னு கேட்டேன். சோ அவருக்காக ப்ளீஸ். ஓகே ப்ளீஸ் சார். சிங்கம் வேட்டையாடும் போது காடை செழிப்பா இருக்குமே, அப்ப அது பசியோடு இருக்கும் போது காடை பாட்டி கிடக்கும். 27 வருஷம் ஆச்சு எனக்கு இந்த இடமை உருவாக்குறதுக்கு. அப்படா பாட்டலோ யாரும் தூக்கி கொடுத்தது இல்லை. ரோலக்ஸ், all right, this all right, that's the fucking rule of the jungle. எவன் பசியோடு இருக்கானோ அவனை யாராலும் தடுக்கவே முடியாது. நாளைக்கு டேவன் அவனுக்கு தலையவனை கொண்டு வரையோ அவனை எனக்கு லைஃப் டெஸ்ட் பண்றா. എന്ത് രസമായിരുന്നു കേൾക്കാൻ. ഇതൊരു ഭയങ്കര സ്ട്രെയിൻ എടുത്തിട്ടല്ലേ ഇതൊക്കെ പറയുന്നേ? എനിക്ക് മനസ്സിലായി. അപ്പൊ എന്തായാലും ശരിക്കും പറഞ്ഞാൽ എനിക്ക് താര തിരുമറി തരണ്ടെന്നുണ്ട്. പക്ഷെ ഇത്രയൊക്കെ പെർഫോമൻസ് കണ്ടപ്പോൾ എന്തായാലും പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും നമ്മൾ കൊടുക്കുന്ന ഒരു ടാസ്ക് എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ളത്. അതുകൊണ്ട് ചെറിയ രീതിയിലൊരു താര തിരുമറി. അറിയാമല്ലോ, നമ്മളൊരു ഡയലോഗ് കേൾപ്പിക്കും, ഒരു ഓഡിയോ കേൾപ്പിക്കും, എന്നിട്ട് ഞാനത് ആരുടെ വോയിസിൽ പറയണം എന്നുള്ളത് കേട്ടതിന് ശേഷം പറയാം. ഓക്കെ, കേട്ടോ ഓഡിയോ. ഞാൻ കാസനോവ, പ്രണയിച്ച് കൊതി തീരാത്തവനെന്നർത്ഥം. സ്വന്തം പേരല്ല, വീണ പേരാണ്. ഇന്നലെയും മഴ പെയ്തിരുന്നു, ഇന്നലെയും ഉദയാസ്തമയങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഡയലോഗ് ഇപ്പൊ ലാലേട്ടന്റെ ഡയലോഗാണ്. ഇത് ലാലു അലക്സ് നമ്മുടെ ലാലു അലക്സ് ഏട്ടന്റെ വോയിസിലാണെങ്കിൽ എങ്ങനെ പറയും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കേട്ടത് ഇപ്പൊ എനിക്ക് തോന്നിയോണ്ടാണ്. ഓക്കെ, ശരി. ഞാൻ കാസിനോവ, പ്രണയിച്ച് കൊതി തീരാത്തവനെന്നർത്ഥം.
ഇന്നലെയും മഴ പെയ്തിരുന്നു. ഇന്നലെയും ഉദയാസ്തമയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എന്റേതായിരുന്നില്ല, എനിക്ക് വേണ്ടിയായിരുന്നില്ല. എന്നാ ഇന്ന് പ്രണയം ഞാൻ അറിയുന്നു. മനെ വൃദ്ധനെ 16-കാരനാക്കുന്ന പ്രണയം. ഐ ലവ് യു, ഞാൻ ഉന്നെ കാതലിക്കറേ, मैं तुमसे प्यार करता हूं. മാനേ സൂപ്പർ ആയിരുന്നു മാനേ, അടിപൊളിയായിരുന്നു. അപ്പൊ എന്തായാലും ഞാൻ പറയുന്നതിനെക്കാട്ടിലും മുമ്പ് നമ്മുടെ മാസ്റ്റേഴ്സ് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇക്ക തകർത്ത് സിജിൻ, താങ്ക് യു സർ. ഉഗ്രനായിരുന്നു. കാരണം പിന്നെ സിജിന് ചെറിയ ലെവലിലുള്ള കളിയല്ല, എല്ലാം വലിയ ലെവലിലുള്ള Top കളിയാണ്. level. ടോപ്പ് ലെവലിലുള്ള കളികൾ മാത്രമേ ഉള്ളൂ. കാരണം മറ്റുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ നമുക്ക് മമ്മൂക്ക, ലാലേട്ടൻ, സൂര്യ, പിന്നെ ഷാരൂഖ് ഖാൻ ഒക്കെ മതി എന്നുള്ള ലൈനിലാണ്. അതിലെനിക്ക് ഏറ്റവും ഗംഭീരമായിട്ട് തോന്നിയത് ഷാരൂഖ് ഖാൻ, പിന്നെ സൂര്യ, എല്ലാം നന്നായിരുന്നു എല്ലാം. പിന്നെ മറ്റേ ലാലേട്ടൻ്റെ മമ്മൂക്കയുടെയൊക്കെ ശബ്ദം എനിക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് കളമശ്ശേരി തിയേറ്ററിൽ, കളമശ്ശേരി പ്രീതി എന്ന് പറഞ്ഞ സിനിമ തിയേറ്റർ ഉണ്ട്, ഓലക്കോട്ടയാണ്. അവിടെയാണ് ഞങ്ങളെല്ലാം ചെറുപ്പം തൊട്ട് എല്ലാ സിനിമയും കണ്ട് വളർന്നത്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഞങ്ങൾ ഈ സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരത്തെ തന്നെ പോകും. ഇപ്പോൾ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി പോകുമ്പോൾ മാറ്റി കഴിഞ്ഞിട്ടുണ്ടാവില്ല, നമ്മൾ നേരത്തെ. അപ്പോൾ ഈ തിയേറ്ററിൽ നിന്ന് കേൾക്കുന്ന ആർട്ടിസ്റ്റിൻ്റെ ശബ്ദമുണ്ട്, കറക്റ്റ് ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയൊക്കെ ഈ തിയേറ്ററിന് വെളിയിലിരുന്ന് നമ്മൾ കേൾക്കുന്നൊരു ശബ്ദമുണ്ട്. ആ ശബ്ദമാണ് കറക്റ്റായിട്ട് ജസ്റ്റ് ആ സമയത്ത് തോന്നിയതാണ്. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞത് തിയേറ്ററിൻ്റെ വെളിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ അതായത് ലാലേട്ടൻ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മമ്മൂക്ക വന്നിട്ടുണ്ട്, മമ്മൂക്കയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലാണ് ഈ ചെയ്തപ്പോൾ ഫീൽ ചെയ്തത്. ആ ഒരു ഓർമ്മ വീണ്ടും തന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് സർ. നന്നായിരുന്നു. ഓക്കെ, അടിപൊളി. ശരി, താങ്ക് യു ഇക്ക. ഇനി നമുക്ക് പക്രുചേട്ടനോട് ചോദിച്ചു നോക്കാം. സിജിൻ പവർഫുൾ മിമിക്രി ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇതാണ്. എല്ലാത്തിനും ഒരു പവറുണ്ട് പുള്ളിയുടെ. നല്ല രസമുണ്ടായിരുന്നു മിക്കത്. എനിക്ക് ഇപ്പോൾ ഇക്ക പറഞ്ഞ പോലെ തന്നെ അതെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിലും കുറച്ച് ഡയലോഗിനകത്ത് ഒതുക്കി നന്നായിട്ട് ചെയ്ത ഒരു സംഭവം ദുൽഖറിനെ എനിക്ക് തോന്നി. കാരണം എനിക്ക് തോന്നുന്നത് സിജിൻ്റെ വോയിസുമായിട്ട് കുറച്ചുകൂടി മാച്ച്, അല്ലെങ്കിൽ വളരെ പെർഫെക്റ്റായിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിലൊന്ന് കുറച്ചുകൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ചുകൂടെ പല പല വേരിയേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ബാക്കി പറഞ്ഞ പോലെ തന്നെ നല്ല രസമുണ്ട്. ഷാരൂഖ് ഖാൻ്റെ വളരെ വേറൊരു സ്റ്റൈലിൽ, വേറൊരു രീതിയിൽ നല്ല ശബ്ദമാണ് സിജിൻ്റെ. ഈ ഡബിങ്ങിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അനുഗ്രഹിച്ച് കിട്ടിയൊരു ടോൺ എന്ന് പറയില്ല, നല്ല സ്വീറ്റ് ടോണാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ശബ്ദം വെച്ചങ്ങോട്ട് പൊളിക്കുക. എന്താണെങ്കിലും നന്നായിട്ട് സിജിൻ പെർഫോം ചെയ്തു കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. സിജിനെ എനിക്ക് ഇതിനു മുൻപ് അറിയാം. അന്ന് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കുട്ടിയൊക്കെ വളർത്തിയിട്ട് ഇപ്പൊ റിസപ്ഷനിസ്റ്റ് ആയതുകൊണ്ടായിരിക്കും അതൊക്കെ കട്ട് ചെയ്തല്ലേ. ഞാനിപ്പോഴും കാണുമ്പോൾ മൈക്കിൾ ജാക്സന്റെ പഴയ രൂപമാണ്. പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു പഴയ മൈക്കിൾ ജാക്സൺ അതേ രൂപമാണ് ശരിക്കും. പിന്നെ സിജിൻ ചെയ്തതെല്ലാം ഇന്നോവേറ്റീവ് ആയിട്ടാണ്. വേറൊരാളുടെ നിന്ന് കടം എടുക്കാണ്ട് സ്വന്തം ബെഞ്ച് മാർക്ക് ഉണ്ട്. നിങ്ങളുടെ ഒരു മാർക്കുണ്ട് അതിന്. കാരണം എല്ലാം നമ്മൾ എക്സൈറ്റ്മെന്റിലാണ്, ഭയങ്കര ആകാംക്ഷ. കാരണം പുതിയ പുതിയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതുവരെയായിട്ടും ചെയ്യാത്തത്, റിപ്പീറ്റ് ചെയ്യാത്ത സാധനം. പിന്നെ സിജിൻ ഇന്നലെ താമസിച്ച റൂമിന്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി വന്നതാ. സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. കാരണം ഉറങ്ങി വരുമ്പോഴേക്കും സത്യല്ലേ. അപ്പൊ അതും കൂടി എനിക്ക് മനസ്സിലാക്കുക. കാരണം പ്രാക്ടീസ് ഇവിടെ മത്സരമൊന്നും ഇല്ലെങ്കിലും സിജിന് നന്നായിട്ട് പെർഫോം ചെയ്യണം, പൊളിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. അത് വിജയിച്ചു. 100-ൽ 100 മാർക്ക് കിട്ടും.